ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കത്തിൽ നടന്ന അഴിമതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ മുന്നിൽ LDF ജില്ലാ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം 9 നാൾ പിന്നിട്ടു. കോർപ്പറേഷനിലെ UDF ഭരണം വികസന മുരടിപ്പിന്റെയും അഴിമതിയുടെയും കേന്ദ്രമായി മാറിയെന്നാരോപിച്ചാണ് LDF സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. 9ാം ദിവസത്തെ സത്യാഗ്രഹ സമരം VK ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. MP രമേശൻ അധ്യക്ഷനായി. ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യ നീക്കത്തിന്റെ മറവിൽ കോർപ്പറേഷൻ 1.77 കോടിയുടെ ക്രമക്കേടാണ് നടത്തിയെന്നാണ് LDF ആരോപിക്കുന്നത്. നീക്കം ചെയ്ത ഖരമാലിന്യത്തിന്റെ അളവ് കൂട്ടിക്കാണിച്ചാണ് വൻ വെട്ടിപ്പ് നടത്തിയതെന്നും ആരോപണമുണ്ട്. CAG റിപ്പോർട്ടിൽ കരാറിന്റെ മറവിൽ കോർപ്പറേഷൻ നടത്തിയ കൊടിയ അഴിമതി പുറത്തു വന്നിട്ടുണ്ടെന്ന് LDF ചൂണ്ടിക്കാട്ടുന്നു. അഴിമതി ഭരണം അവസാനിപ്പിക്കുക, LDF കൗൺസിലർമാരോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വിറക് ഇറക്കുന്ന ആളുകളുണ്ട്, ലോഡ് ചെയ്യുന്ന ആൾക്കാർ. അവർ പറഞ്ഞത് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ചില ശതമാനം, ഇത്ര ശതമാനം എന്നത് ചില ആളുകൾക്ക് കൈമാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലെല്ലാം വലിയ അഴിമതിയാണ്. വിറകും ചേരിയും ചിരട്ടയും ഒക്കെ കൊണ്ടുപോകുക. കാരണം അത്തരം കാര്യങ്ങളിലൂടെ ആകുമ്പോൾ മാത്രമേ അതിന് ആ രീതിയിൽ പണം സമാഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ, അഴിമതി നടത്താൻ വേണ്ടി കഴിയുള്ളൂ. മറ്റ് കരണ്ടിലും അതുപോലെ തന്നെ വാതകത്തിലും ഒക്കെ ആകുമ്പോൾ അതിന് നമുക്കറിയാം ഏതാണ്ട് എത്ര യൂണിറ്റ് വൈദ്യുതിയാണ്, എത്രയാണ് ഗ്യാസ് ചെലവാകുന്നത് എന്ന്. അപ്പോൾ ഈ രീതിയിൽ ഇന്നും അവിടെയെല്ലാം ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ക്രിമിറ്റോറിയം സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെല്ലാം കോടികളാണ് ചെലവഴിച്ചത്. PP അശോകൻ, KP പ്രശാന്തൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VK പ്രകാശിനി, MP പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.